ആരാണ് മത്തായി ചാക്കോ കേരള രാഷ്ട്രീയത്തിൽ? മത്തായി ചാക്കോ മലയോരക്കാരുടെ ഒരു രാഷ്ട്രീയ നേതാവ്, പ്രത്യേകിച്ച് മലയോരക്കാരുടെ ഇടയിൽ വളരെ അടിത്തട്ടിൽ പ്രവർത്തിച്ചു വന്നിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ളതിലുള്ള ഒരു വലിയ ഇമേജ് മത്തായി ചാക്കോക്ക് ഉണ്ടായിരുന്നു. ഈ മത്തായി ചാക്കോ അതിനു മുമ്പ് തന്നെ നേരത്തെ തിരുവമ്പാടിയിൽ മത്സരിച്ച് പരാജയപ്പെടുകയും പിന്നീട് 2001 മേപ്പയ്യൂർ MLA വിജയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. മത്തായി ചാക്കോയ്ക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു വളരെ ആഴത്തിലുള്ളൊരു ജനകീയത ഉണ്ടായിരുന്നു. കാരണം മണ്ഡലത്തിലുള്ള അടിത്തട്ടിലുള്ള ജനങ്ങളുമായിട്ടുള്ള ആഴത്തിലുള്ള ബന്ധം, SFIയിലൂടെയും DYFIയുടെയൊക്കെ നേതാവായിരിക്കും, ജില്ലാ നേതാവായിരിക്കെ തന്നെ ആ പ്രദേശത്ത് നമുക്കറിയാം വയനാടൻ മലവാരങ്ങൾക്ക് കീഴിലുള്ള ഒരു പ്രദേശമാണല്ലോ. മലയോര ജീവിത സംഘർഷങ്ങൾ എല്ലാ കാലത്തും വലിയ രീതിയിൽ ചർച്ചയായിരുന്ന വന്യജീവി സംഘർഷങ്ങളും കാർഷിക വിളകളുടെ പ്രശ്നങ്ങളൊക്കെയുള്ള കുടിയേറ്റ ജീവിതത്തിൻ്റെ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ അതിജീവനവുമൊക്കെ ബന്ധപ്പെട്ട് വളരെയധികം സമരങ്ങളൊക്കെ നടത്തുന്ന ഒരു പ്രദേശം കൂടിയായിരുന്നു തിരുവമ്പാടി. അത് ഏതാണ്ട് കോടഞ്ചേരിയും പുല്ലൂരാമ്പാറയും മൈക്കാവും കൂടരഞ്ഞിയും ഒക്കെ അടങ്ങുന്ന കോഴിക്കോട് ജില്ല വയനാടുമായും മലപ്പുറവുമൊക്കെ ആയിട്ട് അതിർത്തി പങ്കിടുന്ന ആ ഒരു പ്രദേശം. ആ പ്രദേശത്തുള്ള അടിത്തട്ടിലുള്ള കർഷകരുടെയും കുടിയേറ്റക്കാരുടെയൊക്കെ സമരങ്ങളിൽ നിന്ന്, അവിടെയുള്ള ഭൂപ്രശ്നങ്ങളിൽ നിന്ന്, തൊഴിൽ സമരങ്ങളിലും കാർഷിക സമരങ്ങളിലൊക്കെ നിന്നും അടിത്തട്ടിൽ വലിയ സ്വാധീനമുണ്ടാക്കിയ നേതാവായിരുന്നു മത്തായി ചാക്കോ. മത്തായി ചാക്കോ 2006 തിരുവമ്പാടിയിൽ മത്സരിക്കുന്ന ആ ഒരു സമയം, പ്രത്യേകിച്ചും VS അച്യുതാനന്ദൻ സർക്കാർ അധികാരത്തിലേറുന്ന ഒരു ഇടതുപക്ഷ തരംഗം കേരളത്തിലുടനീളം ആഞ്ഞടിക്കുന്ന ആ സമയത്താണ് തിരുവമ്പാടി മണ്ഡലം ആദ്യമായി ഇടതുപക്ഷത്തിന് അനുകൂലമായി വോട്ട് ചെയ്യുന്നതും മത്തായി ചാക്കോ അവിടെ വിജയിച്ച് കയറുന്നത്.